നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോയിൽ പുതിയൊരു കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ബാത്റൂമിലേക്കുള്ള വെള്ളം എയർ ബ്ലോക്ക് വന്ന് കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിന്ന് പോകാമെന്ന് പറഞ്ഞ് നോക്കാൻ വന്ന. അപ്പോൾ ഇതിനു മുമ്പ് 1-2 പ്ലംബിങ്ങുകാർ വന്ന് ഈ പോർഷൻ പൈപ്പ് ഇത്രയുടെ കട്ട് ചെയ്ത് മാറ്റി അവർ പോയി. നമ്മൾ മണ്ണ് മാറ്റി ബാത്റൂമിലേക്ക് കയറുന്ന ലൈൻ കട്ട് ചെയ്തു. അതുപോലെ ഫ്രണ്ടിലേക്കൊരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. ആ ലൈനും കട്ട് ചെയ്തു. നമ്മൾ ആ പൈപ്പ് ഊരി നോക്കിയപ്പോൾ പൈപ്പിനകത്ത് ഒരു കുപ്പിയുടെ അടപ്പ്. ഈ അടപ്പ് ഇതിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി 1.5 ഇഞ്ച് ടീയിൽ 1.5 ബൂഷ് ഇട്ടേക്കണം. അപ്പോൾ ഈ ബൂഷ് വന്നേക്കണതിൽ കുപ്പിയുടെ അടപ്പ് കയറി ബ്ലോക്കായിരിക്കുമായിരുന്നു. ചില സമയങ്ങളിൽ വെള്ളം വരും പൈപ്പിൽ, ചില സമയങ്ങളിൽ വെള്ളമില്ല. ഒരു ബാത്റൂമിലേക്ക് അതുപോലെ വെള്ളം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഫ്രണ്ടിലൊരു ടാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്കും വെള്ളം വരുന്നില്ല എന്നൊരു കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ടീയിൽ 1.5 ബൂഷ് അടിച്ചേക്കുക. അപ്പോൾ ആ ബൂഷയിൽ വന്ന് ഈ അടപ്പ് കയറി അടഞ്ഞിരിക്കുമായിരുന്നു. അതായിരുന്നു കംപ്ലൈൻറ്റ്. അത് ഓരോ സൈറ്റുകളിൽ പൈപ്പ് ജസ്റ്റ് ഒന്ന് ഉള്ളിലെന്തെങ്കിലും ഉണ്ടോയെന്നും ജസ്റ്റ് നോക്കാതെ ഒട്ടിച്ചപ്പോൾ എങ്ങനെയോ അബദ്ധവശാൽ വന്ന ഒരു കംപ്ലൈൻ്റാണ്. അപ്പോൾ പ്ലംബിങ്ങുകാർ ഇതൊന്ന് നോക്കി ജസ്റ്റ് പൈപ്പ് ഒന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പൈപ്പ് ഒട്ടിക്കാൻ. ഓക്കെ.